പുണർതം നാളുകാർക്ക് 2024 സാമാന്യമായ ഫലങ്ങൾ എപ്രകാരമായിരിക്കുന്നുവെന്ന് നോക്കാം. പൊതുവെ നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽ രംഗത്ത് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം വരാനിടയുണ്ട്. ശ്രദ്ധയോടുകൂടി പരിശ്രമം തുടരുക. വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒരു ചെറിയ കാലതാമസമൊക്കെ അനുഭവപ്പെട്ടേക്കാം. അത് വളരെ ശ്രദ്ധിച്ച് വേണ്ടത് ചെയ്യേണ്ടതാണ്. പരിശ്രമം ഉപേക്ഷിക്കേണ്ടതില്ല, തുടരുക. അന്യരാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. IT മേഖലകളിലും ബിസിനസ് രംഗത്തുമൊക്കെ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ കരുതലോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ ജോലിയിൽ ഒരു പോരായ്മ ഉണ്ടാകാതിരിക്കുവാൻ വളരെ ശ്രദ്ധിച്ചു പരിശ്രമിക്കേണ്ടതാണ്. നാട്ടിൽ വിവിധ മേഖലകളിൽ സ്വന്തമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകാവുന്നതാണ്. സാമ്പത്തികമായ ചില നഷ്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കേണ്ടതാണ്. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന രീതിയിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടാതെ ഇരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ വിഭിന്നങ്ങളായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷമാണിത്. അപ്പോൾ വളരെ ജാഗ്രത എല്ലാ കാര്യങ്ങളിലും ആവശ്യമാണ്. എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും വെച്ചു പുലർത്തുക. വ്യക്തിപരവും കൂടുതൽ സൂക്ഷ്മവുമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് സമഗ്രമായ രാശിചിന്ത ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. നമ്മൾ വാർഷിക ഫലങ്ങൾ, പ്രധാനപ്പെട്ട വിഷുഫലം, പുതുവത്സര ഫലങ്ങൾ, ഇങ്ങനെയുള്ള ജ്യോതിഷ ഫലങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ ദീർഘകാലം ഒരു രാശിയിൽ തുടരുന്ന വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് കൂടുതലും നിർണയങ്ങൾ എടുക്കുക. ശനിയും വ്യാഴവും രാഹു കേതുക്കളുമാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത്. ശനി ശരാശരി 2.5 വർഷക്കാലവും വ്യാഴം ശരാശരി 1 വർഷക്കാലവും രാഹുകേതുക്കൾ ശരാശരി 1.5 വർഷക്കാലവും ഒരു രാശിയിൽ തുടരുന്നതാണ്. വർഷം ആരംഭിക്കുമ്പോൾ വ്യാഴം മേടം രാശിയിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ഈ 1199 ആരംഭകാലത്ത് ഒക്ടോബർ 30 രാഹു മേടൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ജനുവരിയുടെ ആരംഭത്തിൽ മേടം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ രാഹു, കുംഭരാശിയിൽ ശനി, കന്നി രാശിയിൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി.